കാട്ടുകൊമ്പൻ പടയപ്പയെ വാഹനമിടിച്ച് പ്രകോപിപ്പിക്കാൻ ശ്രമം. ഇടുക്കി മൂന്നാർ ചൊക്കനാട് വട്ടക്കാട് എസ്റ്റേറ്റിലാണ് സംഭവം. പ്രദേശത്ത് വാഴ ഭക്ഷിച്ചുകൊണ്ടിരുന്ന പടയപ്പയെ രാത്രി ജീപ്പിലെത്തിയ ആളുകൾ ഇടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. மாப்பிள்ள என்ன 13 50 52 നന്ദു ഷാ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നന്ദു, വന്യജീവികളുടെ ആക്രമണം നമ്മുടെ നാട്ടിൽ കാട്ടാനകളുടെ ആക്രമണം പതിവായി നടക്കുന്നുണ്ട് പലയിടങ്ങളിലും. ഇതിപ്പോൾ അങ്ങോട്ട് ചെന്ന് ഇത്തരത്തിൽ കാട്ടാനകളെ പ്രകോപിക്കുന്ന സംഭവം ആദ്യമൊന്നുമല്ല. പക്ഷേ പടയപ്പ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഈ ജനവാസ മേഖലയിൽ തന്നെയുണ്ട്. അപ്പോഴാണ് ഈ ആനയ്ക്ക് നേരെ ഇത്തരത്തിലൊരു പ്രകോപനം നടക്കുന്നത്. ഇതെപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്? തമിഴ്നാട്ടുകാരാണോ? അവരുടെ സംഭാഷണമൊക്കെ തമിഴിലാണ്. തമിഴ്നാട്ടുകാരാണോ ഇവർ? പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു മൂന്നാർ ചൊക്കനാട് വട്ടക്കാട്ട് എസ്റ്റേറ്റിൽ വെച്ച് പടയപ്പയെ പ്രകോപിപ്പിക്കാനൊരു ശ്രമം ഉണ്ടായത്. പടയപ്പ ആ എസ്റ്റേറ്റിൽ ഇറങ്ങി വാഴ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ജീപ്പിലെത്തിയ ഒരു സംഘം ആളുകൾ പടയപ്പയ്ക്ക് നേരെ വാഹനം ഇരപ്പിച്ചുകൊണ്ട് ചെല്ലുകയും വാഹനം ഇടിക്കാൻ ശ്രമിക്കുന്ന പോലെയൊക്കെ ഏതാണ്ട് ആ ഒരു അന്തരീക്ഷമൊക്കെ സൃഷ്ടിക്കുകയൊക്കെ ചെയ്തത്. എന്നാൽ പ്രദേശവാസികളെല്ലാം തന്നെ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. അവരെല്ലാം ഈ ജീപ്പ് ഓടിച്ചിരുന്നവരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും വലിയ വഴക്കുണ്ടാവുകയും ഒക്കെ ചെയ്തു. ഇതിൽ നിന്ന് തുടർന്ന് ഈ ജീപ്പ് ഓടിച്ചിരുന്ന ആളുകൾ ആനയെ ആക്രമിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. ഏതായാലും ദൃശ്യങ്ങൾ വൈറലാണ്. ഒരുപാട് സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ ദൃശ്യങ്ങൾ ചർച്ചയാകുന്നുണ്ട്. പടയപ്പ എന്ന ആനയെ കാട്ടുകൊമ്പനെ ആക്രമിക്കാൻ ജീപ്പിലെത്തിയ ഒരു സംഘം ശ്രമിച്ചതാണ് ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഈ പടയപ്പ മനുഷ്യരെ ആക്രമിക്കുന്ന തരത്തിലേക്കൊന്നും ഇതുവരെ ഒരു സ്വഭാവം കാണിച്ചിരുന്നില്ല. പടയപ്പ നമ്മൾ ഇപ്പോൾ കുറച്ചായിട്ട് ഈ കൃഷി ഒക്കെ നശിപ്പിക്കുന്നു എന്നുള്ള പരാതിയൊക്കെ പടയപ്പയ്ക്കെതിരെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മനുഷ്യന്മാർക്ക് നേരെ അത്തരത്തിലുള്ള വലിയ ആക്രമണമൊന്നും അവൻ നടത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംഘം വന്ന് ഇത്തരത്തിൽ ആക്രമണം നടത്തുമ്പോൾ അത് അവിടെയുള്ള ആളുകൾക്കാണ് വലിയ ഭീഷണിയായി തീരാൻ പോകുന്നത്. എന്തെങ്കിലുമൊക്കെ നടപടി വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ടോ? പരാതി നൽകിയിട്ടുണ്ടായിരുന്നെങ്കിലും വനം വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇക്കാര്യം? പ്രദേശവാസികൾ പരാതി നൽകിയിട്ടുണ്ട്. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കുറ്റക്കാരെ കണ്ടെത്താനാവുമെന്നാണ് വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രദേശത്തും ഇത് സംബന്ധിച്ച് വലിയൊരു പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ഈ ജീപ്പിലെത്തിയവർക്കെതിരെ പ്രദേശവാസികളുടെ അമർഷം ശക്തമാണ്. കാരണം ഇത്തരത്തിൽ ആനയെ അങ്ങോട്ട് പ്രകോപിപ്പിക്കാൻ ചെന്നു കഴിഞ്ഞാൽ ആന പിന്നീട് മനുഷ്യരെ ആക്രമിക്കുന്ന തരത്തിലേക്കൊക്കെ ദേഷ്യം കാണിക്കുകയും അത്തരത്തിലൊക്കെയുള്ള സമീപനത്തിലേക്കൊക്കെ ആനയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വളരെ കരുതലോടെയുള്ള ഒരു സമീപനമാണ് പ്രദേശവാസികൾ പടയപ്പയോട് എസ്റ്റേറ്റിൽ ഇറങ്ങുമ്പോൾ തന്നെ എടുത്തിരുന്നത്. ആനയെ അങ്ങോട്ടൊന്നും പ്രകോപിപ്പിക്കാൻ ഇതുവരെ മൂന്നാറിലെ തദ്ദേശവാസികൾ ഒന്നും തന്നെ ശ്രമിച്ചിരുന്നില്ല. ഇത് പുറത്തുനിന്നെത്തിയ ആളുകളാണ് ഇത്തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കിയതെന്നാണ് പ്രാഥമികമായുള്ള നിഗമനം. ഏതായാലും നാട്ടുകാരും ജീപ്പുകാരും തമ്മിൽ മണിക്കൂറുകൾ നീണ്ട വാക്കുതർക്കത്തിന് ശേഷം ഈ ജീപ്പിൽ വന്നവർ അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു. അക്ഷയ. ശരി, നന്ദുഷ വിവരങ്ങൾ നൽകുന്നു. നമുക്ക് ഒരിക്കൽ കൂടി ദൃശ്യങ്ങൾ കാണാം. சும்மா விடு அவன் என்ன ஜெயிச்சு விடு.